ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തൊരു കാലാവസ്ഥയാണല്ലേ, പൊടിമഴയും മഞ്ഞും പൊടിയും കാറ്റും ഒക്കെ ആയിട്ട് വരേണ്ട കാലാവസ്ഥ. എന്തായാലും ചെടികൾക്ക് രണ്ടു നേരമെങ്കിലും നനച്ചേ മതിയാവുള്ളൂ എന്നുള്ള ഒരു കാലാവസ്ഥ. അങ്ങനെ നനയ്ക്കാനായിട്ട് ഞാനും പാലും ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ പച്ചമുളക് ചെടിയുടെ അടിയിൽ നല്ല കുഞ്ഞൻ വെള്ളിക്കെട്ടനാണ് കേട്ടോ. വെള്ളിക്കെട്ടൻ അടുത്ത വീട്ടിലെ കുട്ടിയെ പറഞ്ഞു തന്നത്. അവൻ എവിടെ നിന്നാണ് വന്നേന്ന് കണ്ടില്ല. എന്തായാലും ആള് പോയി കളഞ്ഞിട്ടുണ്ട്. നമ്മളും അവനെ ഉപദ്രവിച്ചില്ല കേട്ടോ, ഉപദ്രവിക്കാറില്ല. എന്തായാലും അവർക്കും കൂടെ വസിക്കാനുള്ള ഈ ഭൂമിയിൽ അവരും വസിക്കട്ടെ, നമുക്ക് നമ്മെ സംരക്ഷിക്കാം. എന്തായാലും പച്ചമുളകൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടാ. നമുക്കിതൊരു പാടാണ്. ഇവരൊക്കെ ഇതുപോലെ വിഷമുള്ള ജീവികളൊക്കെ പാസ് ചെയ്യുന്നതാണ്. ഫ്രൂട്ട്സ് ആയാലും മറ്റ് പച്ചക്കറികളായാലും നന്നായിട്ട് വാഷ് ചെയ്യണം. അതുപോലെ എങ്ങാനും ചെറിയ മുറിവുകളൊക്കെയുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എടുക്കാതിരിക്കണം എന്നും കൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടപ്പം വന്നിട്ടുണ്ടായിരുന്നു. അവനെ ബാലു കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സൈഡിലൂടെ കുറച്ച് ചീരയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇന്ന് കറി വെക്കാമല്ലോ, നല്ല രസമുള്ള ചീരയാണ് കേട്ടോ. ഇത്രയും ഇന്നൊക്കെയുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പയറും വഴുതനങ്ങയും ഒക്കെ ഉണ്ട്. അതൊക്കെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പൊട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്നലെ ഒരു സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സന്തോഷം. അപ്പോഴേ ഒരുപാട് നാളായിട്ടുണ്ട് ഞാൻ എൻ്റെ വോയിസ് ഇട്ടിട്ട് ഷോർട്സ് ഇടാറില്ല. മാക്സിമം 60 സെക്കൻഡിലുള്ള ഷോർട്സ് മ്യൂസിക് ചേർത്തിട്ട് ഇടാറാണ് പതിവ്. ഇന്നെന്തായാലും തോന്നി എനിക്കൊരു മോർണിംഗ് മെസ്സേജ് പോലെ നിങ്ങൾക്ക് എൻ്റെ വോയിസിലൂടെ തരാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വായിച്ച ഒരു കോട്ടാണ് കേട്ടോ. അതായത് ഒരേ കിണറ്റിൽ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കരിമ്പിനും പുളിക്കും അതുപോലെ പാവയ്ക്കും നനയ്ക്കുന്നു. അവ വളർന്ന് തിരികെ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് കരിമ്പിന് മധുരവും പാവയ്ക്ക് കയ്പും അതുപോലെ തന്നെ പുളിക്ക് പുളിരസമാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? കിണറിൻ്റെ വെള്ളത്തിന് യാതൊരുവിധ കുഴപ്പമില്ല അല്ലേ. ഒരേ കിണറിലെ വെള്ളമാണ് 3 പേർക്കും കൊടുത്തത്. 3 പേരും തന്നത് വെവ്വേറെ ഗുണങ്ങളാണ്. അപ്പം അത് തീർച്ചയായും ആ വിത്തുകളുടെ ഗുണമാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യൻ എന്ന കാറ്റഗറിയിലാണ് നമ്മളെല്ലാവരും. എങ്കിൽ കൂടെ നമ്മൾ പലരും പല അച്ഛനമ്മമാർക്ക് ഉണ്ടായിട്ടുള്ളവരാണല്ലേ. നമ്മൾ ജീവിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളോ വളർന്നതിൻ്റെയോ വളർത്തിയതിൻ്റെയോ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് അല്ലേ. അപ്പോൾ ഇന്നെന്തോ എനിക്കത് ക്യാച്ചിങ് ആയിട്ട് തോന്നി ആ ഒരു കോട്ട്. അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞതാണ്.